അസ്സലാമലൈക്കും. ഹായ്. അപ്പം ഇതൊരു കുട്ടി വ്ളോഗാട്ടോ, ഈവനിങ് വ്ളോഗാണ്. അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരുന്നത് എല്ലാവർക്കും ഒരു ഫലൂദ എടുക്കാൻ കൂടി. അന്നേരം പിന്നെ കിടക്കട്ടെ ഒരു ഫലൂദയിലേക്ക് പോകാൻ വിചാരിച്ച് അങ്ങനെ നമ്മൾ ഫലൂദയിലെത്തി. നമുക്ക് വേണ്ടിയ സാധനം നമ്മളിങ്ങനെ നോക്കിയൊരു കേക്കൊക്കെ കുറച്ചിങ്ങനെ വെറുതെ നോക്കി. പിന്നെ അപ്പോൾ നമ്മൾ മേലെയാണ്. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസ് എടുത്ത് പറഞ്ഞു കേട്ടോ, അടിപൊളിയാണ്, നല്ല ക്ലീൻ. പിന്നെ ഇവരെ ജേണിയാണ് കേട്ടോ. പിന്നെ ഓരോരുത്തർക്ക് വേണ്ടിയ ഫോട്ടോസും വീഡിയോസും റീൽസ് എടുക്കൽ വേറെ, ഫോട്ടോ വേറെ, അങ്ങനെ കുറച്ച് കാര്യപരിപാടികളൊക്കെ. പിന്നെ നമ്മൾ മെനു നോക്കി. നമ്മൾ 3 നോർമൽ ഫലൂദയും ഒരു മാംഗോ ലൈറ്റ് ഫലൂദയും ഓർഡറാക്കി. പിന്നെ ഇവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടായിട്ട് അതിൻ്റെ ദേഷ്യം കേട്ടോ ഇവളെ കാണിക്കുന്നത്. പിന്നെ തന്നെ ഫോട്ടോ എടുക്കൽ മെയിൻ പരിപാടി. നമ്മളൊക്കെ മെയിൻ പരിപാടി എന്താ? ഫോട്ടോ എടുക്കൽ തന്നെ. അപ്പോൾ അതില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വിശ്വാസമാകുന്നില്ല കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല അങ്ങനെയുള്ള സ്റ്റോളിൽ തന്നെ വന്ന് പറഞ്ഞതിനും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഓർഡറാക്കിയ വമ്പന്മാരെത്തി. അങ്ങനെ സ്ട്രോബെറി ഫലൂദയും മാംഗോ ലൈറ്റും വേണം. അപ്പം കുഴപ്പമില്ല. പിന്നെ എനിക്ക് പൊതുവേ ഫലൂദ വലിയൊരു ഇഷ്ടമില്ല. ഫലൂദ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് എന്തോ ഫലൂദ എനിക്ക് ആ നട്ട്സും അതൊന്നും ഇടുന്നത് എനിക്ക് അത്ര വലിയൊരു ഇഷ്ടമില്ല. പിന്നെ ഞങ്ങൾ 2 പാവ് ബജി ഓർഡറാക്കി. പാവ് ബജി ഒരു രക്ഷയില്ല, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാവ് ബജി. കുട്ടികൾക്കൊക്കെ കഴിക്കട്ടോ, സ്പൈസി ഒന്നും അങ്ങനെ ഇല്ല, നല്ല ടേസ്റ്റാണ് പാവ് ബജി. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 ഷേക്ക് ഓർഡറാക്കി. ഞാൻ സ്പാനിഷ് ഡിലൈറ്റ് ഷേക്കാണ് കുടിച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇല്യാസ്ക മാംഗോ ഷേക്കുമാണ്, കുഴപ്പമില്ല. മാംഗോ ഷേക്കിനെക്കാളും എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് സ്പാനിഷ് ഡിലൈറ്റ്സ് ആണ്. അപ്പം ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ദുആ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.